ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. +1 ബയോളജിയിലെ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും NCERT ടെസ്റ്റുകൾ എടുത്തേക്കും, നമുക്കത് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഞാൻ സ്വന്തമായി NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ട്യൂഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ടും പിന്നോടിയായിട്ടും ഒക്കെ ഞാൻ മേടിച്ച ടെക്സ്റ്റ് ബുക്കാണ്. ഫസ്റ്റ് ടൈം NCERT ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ മേടിച്ചത്. കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു, അങ്ങനെ ഞാൻ ഫൈനലി മേടിച്ചു. അപ്പോൾ നമ്മുടെ പ്ലാൻ കിങ്ഡം തുടങ്ങാം. ചാപ്റ്റർ 3. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് കുറച്ച് ആൾക്കാരെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് കുറച്ച് ഹെഡിങ്സിലാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പംസ്, ആൻജിയോസ്പംസ്, ഈ 5 ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങോട്ട് തീരും. ഇനി അതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ഇല്ല, ആ ചാപ്റ്ററിൻ്റെ ഒരു ബാക്കിയാണ്. അവിടെ നമ്മൾ നമ്മുടെ ഇവിടെ വരെ പഠിച്ചു, എന്താ കിങ്ഡം ഫഞ്ചൈ വരെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം പ്ലാന്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനിമൽ കിങ്ഡം വരുന്നത്. കിങ്ഡം അനിമേലിയ ആയിട്ട് നമ്മളവിടെ പഠിക്കും. അപ്പോൾ നമുക്കിവിടെ കിങ്ഡം പ്ലാന്റ് എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ. In the previous chapter, we looked at the broad classification of the living organism under the system proposed by the Whittaker 1969, where he suggested the 5 kingdom classification was Monera, Protista, Fungi, Plantae, Animalia. In this chapter, we'll deal further. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അവിടെയാണ് നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത്. നമ്മുടെ RH വിറ്റാക്കർ 1969 പ്രപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ അവിടെയാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്ലാന്റയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് സെൽ വാൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലോട്ടായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത് പണ്ടത്തെ ക്ലാസിഫിക്കേഷനിൽ. അതായത് ഒരു ഓർഗാനിസത്തിനോ ഒരു സെല്ലിന് സെൽ വാൾ ആണ് അതിന് ചുറ്റുമുള്ളതെങ്കിൽ അതിനെ നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് പണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ RH വിറ്റാക്കർ വന്നപ്പോഴത്തേനും അതെല്ലാം നവീകരിച്ചിട്ട് നമ്മുടെ ഈ സെൽ വാൾ ഉണ്ടായിരുന്ന തന്നെ പല നമ്മുടെ സൈനോബാക്ടീരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ പിടിച്ച് അവരെന്ത് ചെയ്തു, ഓൾറെഡി കിങ്ഡം മൊണീറയ്ക്കകത്തോട്ടിട്ടു. അങ്ങനെ പല ഓർഗാനിസവും സെൽ വാൾ, ഇവൻ ദോ അവർക്ക് സെൽ വാൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ നമ്മൾ എന്ത് ചെയ്തു, ഞാനല്ല RH വിറ്റാക്കർ എന്ത് ചെയ്തു, കിങ്ഡം മൊണീറയിലോട്ട് മാറ്റി തള്ളി പറഞ്ഞു വിട്ടു. അപ്പോൾ അതാണ് ആ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. വി മസ്റ്റ് സ്ട്രെസ് ഹിയർ ദാറ്റ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്ലാൻ കിങ്ഡം ഹാസ് ചേഞ്ച്ഡ് ഓവർ ടൈം. കാലങ്ങൾ മാറി, കൊലോ മാറി. Fungi and the members of Monera and Protista having cell walls have been excluded from Plantae, though earlier classification placed them in the same kingdom. അതായത് ചില ആൾക്കാരുകൾ, അതായത് ഫഞ്ചയിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, മൊണീറ, പ്രൊട്ടിസ്റ്റയിൽ ഇപ്പോൾ കിടക്കുന്ന ആൾക്കാർ, അവരൊക്കെ പണ്ട് പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡത്തിനകത്ത് ഉണ്ടായിരുന്നവരായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിൽ സെൽവാൾ ഉള്ളവരെല്ലാവരും പ്ലാന്റയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ദ സയനോ ബാക്ടീരിയ ദാറ്റ് ആർ ഓൾസോ റെഫർ ടു as ബ്ലൂ ഗ്രീൻ ആൽഗെ, അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ, ആർ നോട്ട് ആൽഗെ എനി ബോർ. അതായത് നമ്മുടെ സൈനോ ബാക്ടീരിയ, അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന വേറൊരു വട്ടപ്പേര് കൂടെ ഉണ്ട്. അപ്പോൾ അവരൊന്നും ഒരു ആൽഗെ അല്ല, അവരൊക്കെ ഡയറക്റ്റ് കിങ്ഡം മൊണീറയ്ക്കകത്തോട്ട് പറഞ്ഞു വിട്ടു, ബാക്ടീരിയൽ ഗ്രൂപ്പിനകത്തോട്ട് പറഞ്ഞു വിട്ടു. In this chapter we will describe about algae, bryophytes, pteridophytes, gymnosperms, angiosperms എല്ലാവരെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. Let us also look at the classification within angiosperms to understand some of the concerns that influence the classification system. അപ്പോൾ നമുക്ക് ശരിക്കും ആദ്യം നമ്മുടെ ഈ RH വിറ്റാക്കർ ക്ലാസിഫിക്കേഷനെ കൊണ്ടുവരുന്നതിന് മുമ്പ് പണ്ട് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒന്ന് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തത് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അങ്ങനെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കാണിക്കുമല്ലോ. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഒരു ഓർഗാനിസം, ഈവൻ ഇവിടെയാണ് വരേണ്ടത്, ഈ ഗ്രൂപ്പിലാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഈ ഓർഗാനിസം ഈ ഗ്രൂപ്പിലാണ് വരേണ്ടത്, അങ്ങനെ നമ്മൾ മാറ്റി തരംതിരിക്കുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ
ബേസിസിലായിരിക്കും. അതുപോലെ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോർഫോളജിക്കൽ, ഒരു ഓർഗാനിസത്തിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിൻ്റെ ബേസിസിലാണ്. അതായത് മോർഫോളജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേനും ഒരു ഓർഗാനിസത്തിനെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു സെൻറ്റൻസ് ഇവിടെ പറയുന്നുണ്ട്. The earliest system of classification used only gross superficial morphological characters such as habit, color, number and shape of the leaves. അതായത് ആ ഒരു ഓർഗാനിസത്തിൻ്റെ എൻവയോൺമെൻറ്റ്, അതായത് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ചെടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ എത്ര ലീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവർ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ കളർ, അതിൻ്റെ ബേസിസ്, അല്ലെങ്കിൽ നമ്മൾ നേരെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളുടെ ബേസിസിലാണ് അവർ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഈ ഇപ്പം നമ്മൾ എന്തൊരു പരിപാടി തുടങ്ങിയാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ക്ലാസിഫിക്കേഷന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടിരുന്ന കുറച്ച് ഓർഗാനിസംസ് അല്ലെങ്കിൽ കുറച്ച് ചെടികളെ പിടിച്ച് 2ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് അവർ ഒരുമിച്ചിരുന്ന 2 ചെടികളെ ചില ക്യാരക്ടേഴ്സ് ഡിഫറൻസ് ഉള്ളത് കാരണം അവരെ പിടിച്ച് 2 കാറ്റഗറിയിൽ ഇട്ടു. അതാണ് അവിടെ പറയുന്ന ഒന്നാമത്തെ സെന്റൻസ്. അതായത് ദേ സെപ്പറേറ്റഡ് ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് സിൻസ് ദേ വെയർ ബേസ്ഡ് ഓൺ എ ഫ്യൂ ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെന്ന് പറയുന്നത് ദ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു ദ വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം കാരണം അവർ നമ്മുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൻ്റെ മോർഫോളജിക്കൽ സ്ട്രക്ചർ തന്നെയാണ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. അതിൻ്റെ കളറും ഷേപ്പും എല്ലാം വരും. അതായത് അതിൻ്റെ ഒരു ഹൈറ്റ് എങ്ങനെയാണ്, അതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും കൂടി പറയുന്നതാണ് നമ്മൾ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ ആൻഡ്രീഷ്യം ഗൈനീഷ്യത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മൾ സെക്ഷുവൽ ക്യാരക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും സെക്ഷുവൽ ക്യാരക്ടേഴ്സിനും ഈ സിസ്റ്റം ഈക്വൽ വെയിറ്റേജ് കൊടുത്തു. പക്ഷേ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും നമ്മൾ അതിന് ഇപ്പോൾ ഒരു ചെടി നിൽക്കുന്നുണ്ട്, അതിന് ചുറ്റും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചേഞ്ച്, ഇപ്പം എന്താ പറയുക, പെട്ടെന്ന് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് തന്നെ എടുക്കുക, ആ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയി അത് വേറൊരു ക്ലൈമറ്റിലോട്ട് പോകുമ്പോഴത്തേനും ഈ പ്ലാന്റിനെ അത് എഫക്റ്റ് ചെയ്യും. ആ പ്ലാന്റ് അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് കാണിക്കുകയും ചെയ്യും, തിരിച്ചുള്ള റെസ്പോൺസുകൾ കാണിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ള ഈ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എൻവയോൺമെൻറ്റൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാറുന്നുണ്ട്. എന്നിട്ടും അവർക്ക് 2 പേർക്കും, അതായത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും സെക്ഷുവൽ ക്യാരക്ടേഴ്സിനും ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുത്തത്. ആ സെന്റൻസ് ആണ് ഇവിടെ പറയുന്നത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു ദ വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ സിൻസ് വി നോ ദാറ്റ് ഓഫൻ ദ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആർ മോർ ഈസിലി എഫക്റ്റഡ് ബൈ ദ എൻവയോൺമെന്റ്. അത് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനുമാണ് വേറൊരു ക്ലാസിഫിക്കേഷൻ അവിടെ വന്നത്. ആ ക്ലാസിഫിക്കേഷൻ്റെ പേരാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അതായത് against this natural classification system developed, which were based on natural affinities among the organisms and consider not only the external features but also the internal features like ultrastructure, anatomy, embryology and phytochemistry. അപ്പോൾ നേരത്തെ നമ്മൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? ഒരു പ്ലാന്റിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് പുറമേ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലായിരുന്നു നമ്മൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. പക്ഷേ നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോർഫോളജിക്കൽ ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇന്റേണലി കാണുന്ന ഫീച്ചേഴ്സും അതിൻ്റെ ബേസിസ് ആ ഫീച്ചേഴ്സ് കൂടെ നോക്കിയിട്ടാണ് ഒരു ഓർഗാനിസത്തിനെ അവർ ക്ലാസിഫൈ ചെയ്യാൻ അവർ ശ്രമിച്ചത്. അതായത് ആ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അൾട്രാ സ്ട്രക്ചർ, അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചർ പോലും അതിൻ്റെ എത്ര നമ്മുടെ ഡീപ്പായിട്ട് പോകാൻ പറ്റുമോ അത്രയും ആ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്തിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തത്. അതൊന്നാണ് പറയുന്നത് അൾട്രാ സ്ട്രക്ചർ. അനാറ്റമി എന്ന് പറയുന്നത് അതിൻ്റെ ഇന്റേണൽ പാർട്ടുകളെയാണ്, അത് പാർട്ടിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി. ഇപ്പോൾ ഒരു സെല്ലുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ അകത്തുള്ള എല്ലാ എന്താ പറയുക ഏരിയകളെ സ്റ്റഡി ചെയ്യുന്നതാണ് അനാട്ടമി എന്ന് പറയുന്നത്. ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിനകത്തുള്ള ഇപ്പം കെമിക്കൽസുകളില്ല, അപ്പോൾ ആ കെമിക്കൽസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അതാണ് ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് എന്നത്
ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെന്തം ആൻഡ് ഹുക്കർ. അങ്ങനെ 2 പേരാണ്, അവർക്ക് നല്ല നീണ്ട പേരുകളൊക്കെ ഉണ്ട്. ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹുക്കർ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അവരാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് വന്നൊരു ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ ഫൈലോജനി എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് വരുന്നതിന് മുൻപ് അതേപോലെ പണ്ട് ഏതെങ്കിലും ഒരു ജാമ്പവാന്റെ കാലത്ത് ഏതെങ്കിലും ഒരു പ്ലാന്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ വന്നിട്ടുള്ള അപ്പോൾ ആ പഴയ പ്ലാന്റിൽ നിന്ന് ഇവോൾവ് ചെയ്ത്, അതായത് പരിണാമം സംഭവിച്ച് മാറ്റങ്ങൾ വന്നതാണോ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച് താരതമ്യം ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പണ്ട് പുറകെ അവർ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് കണ്ടുപിടിച്ച് പോകുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് ഓർഗാനിസംസ് ആർ അക്സെപ്റ്റബിൾ. അതായത് പണ്ട് ആരെങ്കിലുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിരുന്നോ, പണ്ടത്തെ ഏതെങ്കിലും ഒരു ചെടിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ, അതുപോലെയാണോ കാണാൻ എന്നൊക്കെ നോക്കുന്നതാണ് നമ്മൾ ഈ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് അസ്യൂംസ് ദാറ്റ് ഓർഗാനിസം ബിലോങ്ങിങ് ടു ദ സെയിം ടാക്സ ഹാവ് എ കോമൺ ആൻസിസ്റ്റർ. അതായത് അവർ പറഞ്ഞ ഇത് ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ടാക്സയിലുള്ള, അതായത് ഇപ്പം എന്താ പറയുക, ജീനസ് എന്ന് പറയുന്ന ഒരു ടാക്സ, ആ ടാക്സയ്ക്കകത്തുള്ള എല്ലാ ഓർഗാനിസത്തിനും ഒരു കോമൺ ആൻസിസ്റ്റർ ആയിരുന്നു. അതായത് ഒരു പൂർവികനിൽ നിന്നാണ് ഇത്രയും ജീവികളും ഇപ്പോൾ ഈ ജീനസിനകത്തുള്ള ഇത്രയും ആൾക്കാരും വന്നിട്ടുള്ളത് എന്നുള്ള സെൻറ്റൻസ് ആയിരുന്നു, എന്നുള്ള ഒരു കാര്യമായിരുന്നു ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിൽ അവർ പഠിച്ച് ഉണ്ടാക്കിയെടുത്ത കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ പല ക്ലാസിഫിക്കേഷൻസും നമ്മുടെ എന്താ പറയുക ഓരോരുത്തരായിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ന്യൂമറിക്കൽ ടാക്സോണമി, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ which is now easily carried out using computers and is based on all observable characters. അതായത് ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ നമ്പർ കൊടുക്കും, ഒരു കോഡുകൾ കൊടുക്കും. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടും, എന്നിട്ട് ആ ക്യാരക്ടേഴ്സിന് അവർ നോക്കിയിട്ട് ഒരു നമ്പർ കോഡ് കിട്ടും. ആ കോഡിലാണ് അവർ ആ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ നമ്പർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത്, so numbers and codes are assigned to all the characters and the data are then processed. In this way, each character is given equal importance and at the same time hundreds of characters can be considered. അവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കോഡുകളും നമ്പറും ഉപയോഗിച്ച് ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് സൈറ്റോ ടാക്സോണമി. അതായത് സൈറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സെൽ എന്ന അർത്ഥം. അപ്പോൾ സെല്ലിൻ്റെ എന്താ പറയുക ഓരോ പ്രത്യേകതകൾക്കനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പോൾ സെല്ലിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കും, അതായത് ക്രോമസോം നമ്പർ നോക്കും, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ബിഹേവിയർ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് സൈറ്റോ ടാക്സോണമി. സോ സൈറ്റോ ടാക്സോണമി ഈസ് ബേസ്ഡ് ഓൺ ദ സൈറ്റോളജിക്കൽ ഇൻഫോർമേഷൻസ് ലൈക്ക് ക്രോമസോം നമ്പർ, ക്രോമസോം സ്ട്രക്ചർ, ക്രോമസോം ബിഹേവിയർ. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കീമോ ടാക്സോണമി. കീമോ ടാക്സോണമി എന്ന് വെച്ചാൽ കീമോ മീൻസ് കെമിക്കൽ. അപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പ്ലാന്റ്സിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് നോക്കിയിട്ട് അതിന് ഓരോ ചേഞ്ചസുകൾ നോക്കിയിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് കീമോ ടാക്സോണമി. അപ്പോൾ chemotaxonomy that uses chemical constituents of the plants to resolve confusions are also used by the taxonomists these days. അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇനി അതൊരു എന്നുവെച്ചാൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയപ്പെടുന്ന ഒരു ആ ആൽഗെ എന്ന് പറയുന്നത് ഇനി ഒരു ആൽഗെ അല്ല, അതൊരു ബാക്ടീരിയയാണ്. നമ്മൾ ബാക്ടീരിയയിൽ കൊണ്ടുവന്നിട്ടു, അതൊരു കാര്യം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് പണ്ടത്തെ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മുഴുവൻ മോർഫോളജിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ ബേസിസിലായിരുന്നു പഠിച്ചത്, അത് ലീനിയേഴ്സ് ആണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല ഇന്റേണൽ ഫീച്ചേഴ്സ് കൂടെ ഉൾപ്പെടുത്തി അൾട്രാസ്ട്രക്ചർ, എംബ്രിയോളജി, അനാട്ടമി, അതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിസിലുമാണ് അത് ക്ലാസിഫൈ ചെയ്തത്. അത് കൊണ്ടുവന്ന ആ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന 2 സയൻറ്റിസ്റ്റിൻ്റെ പേരുണ്ട്, ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹുക്കർ, അല്ലെങ്കിൽ ബെന്തം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു, അതിനെ പറയുന്ന പേരാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ഏതെങ്കിലും ചെടിയായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ.
അവിടെ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാക്സോണിലുള്ള എല്ലാ ആൾക്കാരിനും ഒരു കോമൺ ആൻസസ്റ്ററാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ പഠിച്ചത്. അതുപോലെ തന്നെ വേറെ ആൾക്കാർക്കൊന്നും വെറുതെ ഇരിക്കാൻ കഴിയാതെ അവർ വേറെ കുറേ ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ മെയിനായിട്ട് പഠിച്ച 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, അതുപോലെ തന്നെ കീമോ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലാന്റ്സിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ നമ്പർ കൊടുത്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത സിസ്റ്റമാണ് ന്യൂമറിക്കൽ ടാക്സോണമി ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് അല്ലെങ്കിൽ ക്രോമസോമിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ക്രോമസോമിന്റെ ബിഹേവിയർ നോക്കിയിട്ട് എത്ര ക്രോമസോം നമ്പർ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിനെയാണ് സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത്. മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ഒന്നും അല്ല, മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് കീമോ ടാക്സോണമി. അതായത് ഒരു പ്ലാന്റിന്റെ സെല്ലിന്റെ കെമിക്കൽ കണ്ടൻസിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തതാണ് കീമോ ടാക്സോണമി. അപ്പോൾ ഇത്രയാണ് നമ്മളിത് പഠിച്ചത്. ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ടെലഗ്രാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യുവർ ക്വാറന്റൈൻ ടീച്ചർ. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് വേണം, എൻ്റെ ട്യൂഷൻ വേണമെന്നുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ട്. എവിടെ വന്നിട്ട് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.